ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് തൊട്ട് നമ്മൾ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഈ 2025 നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി നമ്മൾ കമ്പനി ബോർഡ് LGS ആവാൻ വേണ്ടി പ്രയത്നിക്കും. അപ്പോൾ കമ്പനി ബോർഡ് LGS ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണമെന്ന് മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ചവിട്ടി നമ്മൾ മെല്ലെ അതിൻ്റെ സിലബസ് കവർ ചെയ്ത് പോകുന്ന രീതിയിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. പൊതുവിജ്ഞാനം 40 മാർക്കിനുണ്ടാവും. അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിനുണ്ടാവും. സയൻസ് 10 മാർക്കിന്, പൊതുജനാരോഗ്യം 10 മാർക്കിന്, പിന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും അഥവാ മാത്സ് 20 മാർക്കിന്. ഇത്രയാണ് ആ ഒരു LGS എക്സാമിൻ്റെ സിലബസിൻ്റെ ഒരു മെയിൻ ഭാഗം എന്ന് പറയുന്നത്. ഇതിനെ ഓരോന്നും സെപ്പറേറ്റ് ആക്കി ഒന്നും കൂടി വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പൊതുവിജ്ഞാനത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണുള്ളത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മുന്നേറ്റങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ. ഈ സ്വാതന്ത്ര്യ സമരം, അതുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനവും സ്വാതന്ത്ര്യ സമര സേനാനികളും ഭരണ സംവിധാനവും 5 മാർക്കിന്. രണ്ടാമത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലയിലെ പുരോഗതികളും നേട്ടങ്ങളും, ഇത് 5 മാർക്കിന്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനാണ് വരുന്നത്. പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ 5 മാർക്കിന്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷ അതിർത്തി, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ 5 മാർക്കിന് വരും. കേരളത്തെക്കുറിച്ചുള്ള ഭൂമിശാസ്ത്ര ഭാഗം 10 മാർക്കിനാണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനം, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ അറിവ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിൽ ഒന്നും കൂടെ ആഴത്തിലിറങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് 10 മാർക്കാണ്. അടുത്തത് ഒരു ഹിസ്റ്ററി ഭാഗമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ, സാമൂഹ്യ മുന്നേറ്റങ്ങളും നവോത്ഥാന നായകന്മാരും 5 മാർക്കിനാണ്. ഏഴാമത്തത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ, സാമ്പത്തിക, സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 5 മാർക്ക്. കൂടാതെ ആനുകാലിക വിഷയങ്ങൾ അഥവാ കറണ്ട് അഫെയേഴ്സ് 20 മാർക്കിനുണ്ട്. ഇത്രയാണ് GKയുടെ 40 മാർക്ക് എന്ന് പറയുന്നത്. ഇത് പഠിച്ചാൽ 40 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഹിസ്റ്ററിയിൽ 3 ഭാഗം വരുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും, കേരള ഹിസ്റ്ററിയും, ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഭാഗം വരുന്നുണ്ട്. പിന്നെ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരികം, അങ്ങനെ ഒരു ഭാഗവും, പിന്നെ കറണ്ട് അഫെയേഴ്സും. ഇതായ GK കംപ്ലീറ്റ് ആവും. അടുത്തത് വരുന്നത് സയൻസ് വിഷയമാണ്. ജീവശാസ്ത്രം 5 മാർക്കിനുണ്ട്, പൊതുജനാരോഗ്യം 5 മാർക്കിനുണ്ട്. ഇത് രണ്ടും ബയോളജിൻ്റെ ഭാഗമാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ, വനം, വന്യവിഭവങ്ങൾ, സാമൂഹ്യ വനവൽക്കരണം, പരിസ്ഥിതി പ്രശ്നങ്ങളും, ഇതാണ് ജീവശാസ്ത്രമായിട്ട് വരുന്നത്. പൊതുജനാരോഗ്യമായിട്ട് വരുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇത്രയും ഭാഗമാണ് പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും 5 മാർക്കാണ്. രണ്ടും കൂടെ 5 മാർക്കേ ഉള്ളൂ. ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ. ഈ 5 ടോപ്പിക്ക് കെമിസ്ട്രിൻ്റെ ഭാഗമാണ്. അതുപോലെ ദ്രവ്യം, പിണ്ഡം, പ്രവൃത്തിയും ഊർജവും, പ്രവൃത്തിയും അതിൻ്റെ പരിവർത്തനവും, താപവും ഊർജവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദം, പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും, ഇത് ഫിസിക്സിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അങ്ങനെ സയൻസിൻ്റെ ഭാഗത്ത് പൊതുജനാരോഗ്യം 10 മാർക്കിനുണ്ട്. ഇവിടെ 5 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 15 മാർക്കിനാണ് ബയോളജി, 5 മാർക്കിന് ഫിസിക്സും കെമിസ്ട്രി. അങ്ങനെ 20 മാർക്കാണ് സയൻസ് വിഷയത്തിൽ വരുന്നത്. പിന്നെ മാത്സിലേക്ക് കടക്കുമ്പോൾ
ലഘുഗണിതവും ഉണ്ട്, മാനസിക ശേഷി അഥവാ നമ്മൾ ലോജിക്ക് അനുസരിച്ച് നോക്കുന്ന ഗണിത പ്രശ്നങ്ങളും ഉണ്ടാവും. അതിൻ്റെ സംഖ്യയും അടിസ്ഥാന ക്രിയകളും, ലസാഗു, ഉസാഗ, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗ്ഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും, ഇത്രയും ലഘുഗണിതമായിട്ടും ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശേഷി, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം, ഇത്രയും കാര്യങ്ങൾ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയുമായി ബന്ധപ്പെട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസ് ഇത്രയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ, ഇതിനെ കവർ ചെയ്ത് പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് എന്തായാലും കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി നമ്മൾ ഇന്ന് തൊട്ട് എല്ലാ ദിവസവും അതിനു വേണ്ടി മാറ്റി വെക്കണം. കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വെച്ച് പരിശ്രമിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് ചുറ്റും എന്ത് നടന്നാലും ആര് എന്ത് പറഞ്ഞാലും നമുക്ക് വേണ്ടി ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെച്ച് പഠിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെയും തീരുമാനത്തോടെയും ഇതിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള എല്ലാവരും ഇതിനോടൊപ്പം കൂടിയാൽ കമ്പനി ബോർഡ് LGSൻ്റെ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ 100% ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഞാനും നിങ്ങളുടെ ഒപ്പം ഈ കമ്പനി ബോർഡ് LGS ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ 2 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. LPSL മെയിൻ ലിസ്റ്റിലുള്ള ആൾ തന്നെയാണ്. അതേപോലെ LGSൻ്റെ ഒരു സപ്ലൈ ലിസ്റ്റിലാണ് പെട്ടത്. എന്നാൽ നമുക്കത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ നമുക്ക് പരിശ്രമിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരുമിച്ച് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് പഠിക്കാം. 2 മണിക്കൂർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം, ഒന്നിച്ച് ക്രാക്ക് ചെയ്ത് മുന്നേറാം. അപ്പോൾ എല്ലാവരും ഇതിനോടൊപ്പം ചേർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ എന്നോടൊപ്പം കൂടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ശരി, ബൈ.